പി ജയരാജന്റെ ഇപ്പോഴത്തെ CPM-ലെ അവസ്ഥ ഏതാണ്ട് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. കുറച്ചു നാളുകളായി പി ജയരാജനും പാർട്ടിയും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല പോകുന്നത്. പല വിഷയങ്ങളിലും പി ജയരാജനുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നതകൾ പാർട്ടിയിൽ നിന്നും പി ജയരാജൻ പുറത്തു പോകും എന്ന തരത്തിലേക്കും ചർച്ചകൾ ഉയർത്തിയിരുന്നു. പി ജയരാജൻ BJP-യിൽ ചേരാൻ ശ്രമിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നതും ഇതിന് ആക്കം കൂട്ടി. എന്തായാലും ഇപ്പോൾ കണ്ണൂരിലെ CPM-ൽ LDF കൺവീനർ പി ജയരാജനെതിരെ അണിയറ നീക്കങ്ങൾ ശക്തമാകുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പി ജയരാജനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത്. LDF കൺവീനർ സ്ഥാനത്തിരിക്കുന്ന പി ജയരാജൻ വൻ പരാജയമാണ് എന്നും തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്നും ചില അംഗങ്ങൾ തുറന്നടിക്കുകയായിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഒതുങ്ങിയാണ് പി പ്രവർത്തിച്ചത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട പി ജയരാജന്റെ സാന്നിധ്യം മുന്നണി പരിപാടികളിലൊന്നും ഉണ്ടായില്ല. കാസർഗോഡ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന പിക്ക് സ്വന്തം മണ്ഡലമായ കല്യാശ്ശേരിയിൽ നിന്ന് പോലും ഉണ്ടായ വോട്ട് ചോർച്ച തടയാനും കഴിഞ്ഞില്ല. പാർട്ടിയെയും മുന്നണിയെയും നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളാണ് പി ജയരാജൻ നിരന്തരം നടത്തിയത് എന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറഞ്ഞു. മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിൽ പി 3 തവണ പ്രസ്താവന നടത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിട്ടും ഈ കാര്യത്തിൽ പി ജയരാജൻ ഒട്ടും തന്നെ പിന്നോട്ട് പോയില്ല. BJP സ്ഥാനാർത്ഥികളിൽ യോഗ്യന്മാരുണ്ട് എന്ന പിയുടെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് കാലത്ത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം LDF-ഉം BJP-യും തമ്മിലാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചതും ആർക്കാണ് ഗുണം ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ BJP കേരള പ്രഭാരി അജിത് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ പിയുടെ നടപടി പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഉൾപ്പെടെ വോട്ട് ചോർത്തുന്ന സാഹചര്യവും ഉണ്ടാക്കി. ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് പി വെളിപ്പെടുത്തിയതാകട്ടെ പോളിംഗ് ദിവസത്തിലും. മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയതോടെ പാർട്ടിയെക്കുറിച്ചുള്ള അവമതിപ്പായി മാറി. പി ജയരാജൻ BJP-യിൽ ചേരാൻ ദല്ലാൽ നന്ദകുമാർ മുഖേന ശോഭാ സുരേന്ദ്രനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പാർട്ടി നടത്തുന്ന BJP വിരുദ്ധ പോരാട്ടങ്ങളെ തന്നെ ദുർബലമാക്കുന്നതായിരുന്നു. പി ജയരാജനും കുടുംബത്തിനും പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ട് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തമുള്ള നിരാമയെ ഏറ്റെടുത്തത് വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ വാർത്തകളായി ആഘോഷിച്ചുവെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആരോപണമുയർന്നു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യ കാരണമായി പി ജയരാജനെ പ്രതിക്കൂട്ടിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമായ പി ജയരാജന് അനുകൂലമായി ഒരു വാക്ക് പോലും അവലോകന യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങളെ MV ഗോവിന്ദൻ പ്രതിരോധിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണം കിട്ടിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിന് കീഴിലാണ് എന്ന് മറക്കരുത് എന്നും തോൽവിയുടെ പേരിൽ പഴിചാരുന്നത് ശരിയല്ല എന്നുമായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം. പാർട്ടിയിലും സർക്കാരിലും നെടുന്തൂണാണ് സഖാവ് പിണറായി എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഫലത്തിൽ കണ്ണൂരിൽ മുതിർന്ന നേതാവായ പി ജയരാജനൊപ്പം ഭാര്യ സഹോദരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതി മാത്രമേയുള്ളൂ. ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയും പാർട്ടിയിലെ രണ്ടാമനുമായിരുന്ന പിയുടെ പാർട്ടിക്കുള്ളിലെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വൈകാതെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപായി LDF കൺവീനർ പദവി രാജിവെച്ചേക്കുമെന്നും സൂചനയുണ്ട്. ഇത് പിയുടെ BJP പ്രവേശനത്തിന് കാരണമാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും കൈവിട്ട പാർട്ടിയിലെ കരുത്തനായ നേതാവിന് സ്വന്തം തട്ടകത്തിൽ പോലും കാലിടറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. കണ്ണൂരിൽ മാത്രമല്ല എറണാകുളം പോലുള്ള മറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും പി ജയരാജനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്.